ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ ചോക്ലേറ്റ് കേക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് എല്ലാം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അതാരും മറക്കരുത്, എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളിലെത്തത്തുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. അപ്പം നമ്മുടെ വീട്ടിലുള്ള ഗോതമ്പ് പൊടിയാണ് മെയിനായിട്ട് ഞാൻ ഇതിനകത്ത് എടുത്തേക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് എങ്ങനെ കേക്ക് തയ്യാറാക്കാം. ഗോതമ്പ് പൊടി, പാല്, അതൊക്കെ എല്ലാവരും വീടുകളിൽ കാണാം. അപ്പോൾ പാല്, പഞ്ചസാരയൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കേക്ക് തയ്യാറാക്കാം. ബർത്ത്ഡേ കേക്ക് എങ്ങനെ തയ്യാറാക്കാം നോക്കാം. അപ്പോൾ നമുക്കൊരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിക്കുന്നത് നമുക്ക് പാല് നന്നായിട്ടൊന്ന് പുളിപ്പിച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നാരങ്ങാനീര് ഒഴിച്ചാലും മതി. അപ്പം അത് നന്നായിട്ട് പുളിക്കട്ടെ. അപ്പോഴത്തേനും നമുക്കതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അത് കുറച്ച് സമയം നമുക്ക് ബാക്കിയെല്ലാം സെറ്റാകുമ്പോഴത്തേന് അതൊന്ന് പുളിക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത ബൗളെടുത്തിട്ട് ഗോതമ്പ് പൊടി എല്ലാവരും വീട്ടിലുണ്ടാകും. അപ്പോൾ ഗോതമ്പ് പൊടി നമുക്ക് എടുക്കാം. മെയിനായിട്ട് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. മൈദ എടുത്താലും മതി, ഇതിലും ടേസ്റ്റ് മൈദയ്ക്ക്. പിന്നെ ഗോതമ്പ് പൊടി ചെയ്യുന്നതെന്നാണ് എല്ലാവരും വീടുകളിൽ എപ്പോഴും കാണുന്ന സംഭവമാണ്. അപ്പോൾ കൊക്കോ പൗഡറും കൂടി 4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓരോരുത്തരെയും കളർ അനുസരിച്ച് വേണം നമ്മൾ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാൻ. ഞാൻ ഒരു അത്യാവശ്യം നല്ല കളറിൽ തന്നെയാണ് കൊക്കോ പൗഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു 4 ടീസ്പൂണ് കൊക്കോ പൗഡർ ഇട്ട് അല്പം സോഡാപ്പൊടി, സാധാരണ അപ്പത്തിനൊക്കെ ഇട്ട് കൊടുക്കുന്ന പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, സോഡാപ്പൊടി. അല്ലാതെ ബേക്കിംഗ് സോഡ അല്ല ഇട്ട് കൊടുക്കുന്നത്, സോഡാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കണം. അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഒരു 4 തവണ 5 തവണ അരിച്ചാലും കുഴപ്പമില്ല. നന്നായിട്ട് ഇതങ്ങ് മിക്സ് ആവണം, എന്നാലേ ആ കേക്ക് കറക്റ്റ് പൊന്തി വരത്തുള്ളൂ. ഈ പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോഡാപ്പൊടിയും ഇതെല്ലാം കൂടി ഈ അരിപ്പേ തന്നെ നമ്മൾ അരിച്ചെടുക്കണം. അല്ലാതെ അരിച്ചെടുത്താൽ ശരിയാകത്തില്ല. ഈ അരിപ്പേ തന്നെ നമ്മൾ ഇതേപോലെ കട്ടയൊക്കെ മാറ്റിയിട്ട് ഒരു 4 5 തവണ ഇത് നന്നായിട്ട് അരിച്ച് നമുക്കെടുക്കണം. നമുക്ക് നല്ലതുപോലെ കട്ടയൊക്കെ ഉണ്ട്, അതങ്ങ് പൊടിച്ചെടുത്തിട്ട് നല്ലതായിട്ട് അരിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ബൗളിൽ തന്നെ കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്, അത് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. മധുരം നിങ്ങൾക്കനുസരിച്ച്. പക്ഷെ ഞാനൊരു 3-4 ടീസ്പൂൺ ഇടുന്നുണ്ട്. നല്ല മധുരം ഉണ്ടായിരുന്നു കഴിച്ചപ്പം. അപ്പം അതേപോലെ നിങ്ങളും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ ഓയിലും ഈ പഞ്ചസാരയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാവർക്കും അവനവൻ്റെ വീട്ടിൽ തന്നെ ഇനി തൊട്ട് ബർത്ത്ഡേ കേക്ക് തയ്യാറാക്കിയെടുക്കാം. പുറത്ത് പോയി വാങ്ങേണ്ട കാര്യമില്ല. അപ്പോൾ അത് നല്ല സെറ്റായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പുളിച്ച പാല് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ സുറുക്കി ഒഴിച്ചിട്ട് മാറ്റി വെച്ച പാലാണ് ഞാൻ ഈ ഒഴിക്കുന്നത്. ഒഴിച്ചിട്ട് അതൊന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് പൗഡർ നമുക്ക് അത് വീണ്ടും ഞാൻ അരിച്ച് തന്നെയാണ് ചേർക്കുന്നത്. അപ്പം എത്ര അരിച്ചാലും അത് നല്ലത് തന്നെ, അതുകൊണ്ട് ഒന്നുകൂടെ അരിച്ച് ചേർക്കുന്നത്. ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ഒരേ രീതിയിൽ തന്നെ ഇളക്കാൻ ശ്രമിക്കണം. ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഘട്ടം വരെ ഈ ഒരു രീതിയിലാണ് ഇളക്കുന്നത്. അപ്പം ഓരോരുത്തരുടെ വശം ഏതാണോ ആ വശത്തിൽ തന്നെ അവനവനെ ഇളക്കണം. അപ്പം ഞാൻ ഈ രീതിയിൽ ഇളക്കുന്ന ലാസ്റ്റ് വരെ. അപ്പം നമുക്ക് അത് കുറേശ്ശെ ഇട്ട് കട്ടയൊക്കെ മാറ്റി നന്നായിട്ട് അതങ്ങ് കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പം നല്ലതുപോലെ സെറ്റായി വരുന്നുണ്ട്. നമുക്ക് കുറേശ്ശെ ഇടുന്നതെന്ന് പറഞ്ഞാൽ കട്ടയാവാതിരിക്കാൻ. അപ്പം നമുക്ക് അത് കറക്റ്റായിട്ട് സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് ഇളക്കാം. ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, മിക്സിയിലൊന്നും അടിച്ചെടുക്കുന്നില്ല, മുട്ട ചേർക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പം നമുക്ക് നമ്മുടെ സ്റ്റീലിൻ്റെ പാത്രത്തിൽ വേണമെങ്കിൽ ഇത് ചെയ്യാം. അടി പിടിക്കത്തില്ല, ഒരു പ്രശ്നമില്ല. ഞാൻ സ്റ്റീലിൻ്റെ പാത്രത്തിലും ചെയ്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ട് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ സ്റ്റീലിൻ്റെ വട്ടപാത്രത്തിലോ അങ്ങനെ ഏത് പാത്രത്തിൽ ചെയ്താലും ഒരു കുഴപ്പവും വരത്തില്ല. ഞാൻ പല ഷേപ്പിലുള്ള പാത്രത്തിലും ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് പല രീതിയിലും ഈ കേക്ക് ചെയ്തെടുക്കാം. ഇത് ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഞാൻ ഇച്ചിരി കൂട്ട് വേറെ തയ്യാറാക്കിയിട്ടുണ്ട്. വീഡിയോ ഒരുപാടായി പോകുന്നു വെച്ചിട്ട് അത് കാണിക്കാതെ അടുത്ത വീഡിയോയിൽ. അതെന്ന് പറഞ്ഞാൽ ഇതേ മെത്തേഡ് തന്നെ അല്പം കൊക്കോ പൗഡർ കുറച്ചിട്ട് ഒരു കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അത് സെൻറ്ററിലായിട്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് അതുപോലെ തന്നെ ഒരു
ഒരു ഷീറ്റിട്ട് നല്ല കവർ ചെയ്യണം. എന്തിനാണെന്ന് വെച്ചാൽ അതിനകത്ത് വെള്ളം സെറ്റാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കണം. അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതേപോലൊരു സ്റ്റാൻഡ് അതിൽ നമ്മൾ സെറ്റ് ചെയ്യുക. അതിൻ്റെ മണ്ടയിലേക്ക് വെച്ച് കൊടുക്കുക ഒരു 30 മിനിറ്റ്. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഇതിനകത്ത് വെള്ളം പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കണം. കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. അപ്പം ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കത് സെറ്റായോ നോക്കാം. നന്നായിട്ട് സെറ്റായിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ അതിന് സമയവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഞാനിത് ഓപ്പൺ ചെയ്ത് നോക്കുന്നില്ല, എടുത്തിട്ട് തന്നെ നോക്കാം. നമുക്കൊന്ന് നോക്കാം, സെറ്റായി കാണും. ഇല്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കണം കറക്റ്റായിട്ട് വെന്തിട്ട്. ഇത് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് മാറ്റാം ഈ പാത്രത്തിൽ നിന്ന്. നല്ല വെന്തിട്ടുണ്ടെന്ന് ഉറപ്പായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തട്ടി മാറ്റാം. എല്ലാവർക്കും അവനവൻ്റെ വീട്ടിൽ തന്നെ ബർത്ത്ഡേ കേക്ക് ഇനി തയ്യാറാക്കാം. നമുക്ക് വെളിയിൽ പോയോ ഓർഡർ ചെയ്യുകയോ ഒന്നും വേണ്ട. അപ്പം നമുക്ക് അത് മാറ്റാം. വാവ്, സൂപ്പർ. നമുക്ക് ഇത് വേണേ ലെയർ കേക്കാക്കാം. നമുക്കിതിനകത്ത് പിന്നെ വൈറ്റ് കൊണ്ട് നമുക്ക് ഒരുപാട് രീതിയിൽ ഇത് തന്നെ ചെയ്തെടുക്കാം. പിന്നെ പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്യുന്നില്ല. ഇത് സിമ്പിളായിട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ഇതാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനിത് സിമ്പിളായിട്ട് തന്നെ ഒരു ബർത്ത്ഡേ കേക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കതിൻ്റെ മണ്ടയിലേക്ക് ക്രീമും കൂടെ, ഇത് പാൽ കവറിലാണ് ഞാൻ ക്രീം എടുത്തത്. ഇപ്പം തന്നെ എടുത്ത പാലാണ്, അതിൻ്റെ കവർ തന്നെ. അപ്പം നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. തണുത്ത കവറിൽ തന്നെ ഞാൻ ക്രീമും എടുത്തു. അതിലേക്ക് നമുക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതാം. ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതാൻ പറ്റിയില്ല, ഹാപ്പി ഇക്ക എന്ന് എഴുതിയ ഇക്കയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ ഇക്ക എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കന് ക്ലിക്ക് ചെയ്യുക.